സോനോണ ഞാനും ഭാര്യയും തമ്മിൽ പിണങ്ങി അടിച്ചിറക്കി അവൾ എന്നെ. എന്തിനാടാ? ബേസിക്കലി ഒരു സൗന്ദര്യ പിണക്കമാണ്. എനിക്ക് സൗന്ദര്യം തീരെ കുറവെന്ന് പറഞ്ഞ് അവൾ എന്നെ അടിച്ചിറക്കി. ഞാൻ എന്റെ മുടി ഇപ്പൊ വെട്ടണം പോലും. എടാ, നമ്മൾ റെയിൽവേ ക്രോസിൽ നിന്നപ്പോഴത്തേക്ക് ട്രെയിനിന്റെ വാതിലിൽ മുറുക്കാനും ചുമച്ചോണ്ടിരുന്ന ബംഗാളി വരെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ മുടി വെട്ട ആംഗ്യ ഭാഷയിൽ. അങ്ങനെ കാണിച്ചില്ലേ? സോനോണ വഴിയിരിക്കുന്ന ബംഗാളി പറയുന്നതാണ് വീട്ടിലിരിക്കുന്ന ഭാര്യ പറയുന്നത്. എടാ, അതാണ് ആ ബംഗാളിക്ക് നിന്റെ കൂടെ രാത്രി വന്ന് കിടക്കേണ്ട കാര്യമില്ല ഇത് മണപ്പിച്ചോണ്ട്. എന്നിട്ടും പറഞ്ഞു. അപ്പൊ നിന്റെ ഭാര്യ ഇത് മൂക്കിൽ കയറൂലേ? അപ്പൊ അത് നിനക്ക് ക്ഷമിച്ചൂടെ അവളത്തെ അങ്ങനെ പറഞ്ഞത്? ഞാനല്ല, അവളല്ലേ ക്ഷമിക്കേണ്ടത്. അതിപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ ആയത്. എന്നാ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ മുടി വെട്ടാൻ പറഞ്ഞ ദേഷ്യത്തിൽ ഞാൻ അവളെ സ്കൂട്ടറിന്റെ ബാക്കിലെ ടയറിന്റെ കാറ്റങ്ങ് ഊരി വിട്ട്. അപ്പൊ അതിനാണ് കൂടുതൽ പിണക്കമായത്. നിങ്ങൾ കട്ടില് സ്ഥലം ഉണ്ടാ? എന്റെ കട്ടിലിന് ടാറ്റാ സുമോ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും നിന്നെ കടത്തൂലടേ. എന്തൊരു സ്വഭാവം അത്. എടാ, വല്ല മാലേ കൊലുസ കമ്മല വല്ലൊക്കെ മേടിച്ചു കൊടുത്താൽ അത് കോംപ്രമൈസ് ആക്കുക. അതിനൊക്കെ ഒരുപാട് പൈസ ആവൂലേ അണ്ണാ? ഒരുപാട് കാശൊന്നും ആവൂല. ഇടിമണ്ണിക്കലിൽ ക്രിസ്മസ് ഓഫർ ഉണ്ട് റാന്നി പുനലൂർ ഔട്ട്ലെറ്റുകളിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് ഗ്രാമിന് 500 രൂപ കുറവ്, പവന് 4000 രൂപ കുറവ്. ഡയമണ്ടിനാണെങ്കിൽ ക്യാരറ്റിന് 20,000 രൂപ കുറവ്. ജനുവരി 20 രൂപ ഓഫർ ഉണ്ട്. അല്ലണ്ണ അവിടെ ഇപ്പൊ കളക്ഷൻ ഒക്കെ എങ്ങനെയാ? അത് കളക്ഷൻ ഇടിമണ്ണിക്കൽ എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ ഇടിവെട്ട് പരിപാടി എന്നാണ് എന്റെ ഭാര്യ എപ്പോഴും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു മുക്കൂത്തി വാങ്ങിച്ചു കൊടുക്കാം. നീ മൂക്കുത്തിയോ പപ്പടം കുത്തിയോ മേടിച്ചുകൂടി എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാമോ? അത് വിട് അണ്ണാ. ഞാൻ എന്റെ മുടിയിലെ ഒരു 3-4 കളർ ചേർത്ത് മിക്സ് അടിക്കുന്നതിനെ പറ്റി എന്തൊരു അഭിപ്രായം? പഞ്ചാറിന് കളിക്ക് പക്ഷിപ്പനി ഒന്നണക്കെ ഇരിക്കും അത് തന്നെ. എന്നാ ഞാൻ പോയിട്ട് വരാം. ചെല്ല, എന്റെ മുടി എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണേ.